പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചനചിന്തയ്ക്കായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാമത്തെ വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കർത്താവ് നമ്മോട് പറയുന്ന ആദ്യത്തെ വാക്ക് എഴുന്നേൽക്കുകയെന്നും അടുത്തത് പ്രകാശിക്കുക എന്നുമാണ്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നത്. നമ്മൾക്ക് നെഹ്മ്യാവിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. യെരുശലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുന്നു, വാതിലുകൾ ചാരമായിരിക്കുന്നു, ജനങ്ങൾ അപമാനത്തിലും കഷ്ടതയിലുമായിരുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ നെഹ്മ്യാവ് നിരാശയിലോ ഭയത്തിലോ വീണുപോയില്ല. അവൻ എഴുന്നേറ്റ് ദൈവത്തോട് ചേർന്ന് ഒരു ചുവട് വയ്ക്കുവാൻ തയ്യാറായി. അവന്റെ ആദ്യത്തെ ചുവട് പ്രാർത്ഥനയായിരുന്നു. അടുത്തത് ധൈര്യം പ്രാപിച്ചു, ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചു. അവസാനം ദൈവിക ദൗത്യം ഏറ്റെടുത്ത് പണി തുടങ്ങി. കർത്താവ് നെഹ്മ്യാവിന് ശക്തി നൽകി. അവൻ തന്റെ വഴിയിലുണ്ടായ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, നിരാശകൾ ഒന്നും ഗണ്യമാക്കാതെ മുന്നോട്ട് നീങ്ങി. അതിനാൽ എന്തു സംഭവിച്ചു? തകർന്നു കിടന്ന മതിലുകൾ വീണ്ടും പണിയപ്പെട്ടു. ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഓരോരുത്തരുമായി പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് ഭാഗമാണ് തകർന്നു കിടക്കുന്നത്, അവിടെ നിന്നെല്ലാം എഴുന്നേൽക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ദൈവശബ്ദത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകളിൽ ഒരുപാട് തളർന്നു പോകുന്ന സമയങ്ങൾ കടന്നു വന്നേക്കാം. മനസ്സിലെ സമാധാനം കുറയുന്ന നിമിഷങ്ങൾ, കുടുംബത്തിലെ ചെറിയ പിളർപ്പുകൾ കടന്നു വന്നേക്കാം. വിശ്വാസം ദുർബലമായേക്കാം. ബന്ധങ്ങളിലെ ചൂട് കുറഞ്ഞു പോയേക്കാം. ഇവയെല്ലാം നമ്മുടെ മതിലുകൾ തന്നെയാണ്. ഒരിടത്ത് തകർച്ച വന്നാൽ അത് മുഴുവൻ ജീവിതത്തെയും ബാധിച്ചേക്കാം. പക്ഷേ നെഹ്മ്യാവിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: തകർച്ച എവിടെയായാലും ദൈവത്തോട് ചേർന്ന് നിന്നാൽ അത് വീണ്ടും പണിയപ്പെടും. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് ഭാഗമാണ് ഇപ്പോൾ ബലഹീനമായി തകർന്ന് എന്ന് നമ്മൾക്ക് തോന്നുന്നത്, അത് ഏതാണെങ്കിലും നെഹ്മ്യാവിനെ പോലെ ദൈവത്തോട് ചേർന്ന് പണിയുവാൻ തയ്യാറാവുക. കാരണം വചനം നമ്മോട് ഇങ്ങനെ പറയുന്നു: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഇത് വെറും വചനം മാത്രമല്ല, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ശക്തിയും ധൈര്യവും പ്രത്യാശയുമാണ്. നാം ഒരു ചെറിയ ചുവട് മാത്രം വയ്ക്കുക, ബാക്കി എല്ലാം നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ദൈവം ചെയ്യും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും നമ്മോട് പറയുന്നു: എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഈ വലിയ പ്രത്യാശയോടെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ നന്മയെ ഇത് കേട്ട ജനത്തിന്റെ മേൽ തുറന്നു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.